ഹേ ഗായ്സ്, നമ്മൾ സാധാരണ കുറേ ഹൊറർ മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം നമ്മളൊരു സാധാരണ രാത്രിയാണ് നമ്മളെ പേടിപ്പിക്കാറ്. പക്ഷെ പകൽ പേടിപ്പിക്കാൻ കഴിയുമോ? ഇതാ ഈ മൂവിക്ക് കഴിയും. 2025 പുറത്തിറങ്ങിയ വുമൺ ഇൻ ദ യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡിലെന്ന് വെച്ചാൽ കിഡിലെ മൂവിയാണ്. അതായത് താനും തൻ്റെ മക്കളും എന്താ പറയുക ഒരു വീട്ടിലിങ്ങനെ താമസിക്കുന്നു. അപ്പോൾ തന്നെ ആ വീടിൻ്റെ മുന്നിൽ ഒരു സ്ത്രീ ഇങ്ങനെ വന്നിരിക്കുന്നു. ആ സ്ത്രീ ആണെങ്കിലോ ഓരോ ദിവസം കൂടും തോറും മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്തിനാണ് ഈ സ്ത്രീ വന്നിരിക്കുന്നത്, ഇതെന്തിൻ്റെ ഉദ്ദേശത്തിലാണെന്നതൊന്നും ഇവർക്കാർക്കും അറിയത്തില്ല. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കിഡിലെന്ന് വെച്ചാൽ ഒരു കിഡിലെ ഹൊറർ മൂവിയാണ്. അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. അപ്പോൾ ഈ മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരാളിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസിന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു വീട്, അതിനകത്ത് തന്നെ ഒരു ഫാം ഹൗസ്, അതുപോലെ തന്നെ ഒരു പൂന്തോട്ടം, അതുപോലെ തന്നെ നമ്മളും നമ്മുടെ കുട്ടികളുമായിട്ട് ഒരു സന്തോഷമായ ജീവിതം. അല്ല, ഈ വീടിന് നമ്മൾ എന്ത് പേരെ വെക്കണ്ടേ എന്നെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള പെണ്ണ് എന്താ പറയുക, അവളുടെ ഭർത്താവിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് ഇങ്ങനെ പറയുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എൻ്റെ ഭർത്താവ് എന്താ പറയുക കഴിഞ്ഞൊരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്നത്. കാരണം അവർ രണ്ടാളുടെയും ഡ്രീമാണ് ഇപ്പോൾ അവൻ പറഞ്ഞത്. അങ്ങനെ ഇവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും തൻ്റെ മകൻ വന്നിട്ട് ഇങ്ങനെ നീപ്പിക്കുകയാണ് അവളെ. എന്താ പറയുക, നീക്കി അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഇവർ പറയും, കുറച്ച് നേരം കൂടി ഞാൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല പവർ മൊത്തം പോയി, വേഗം എണിച്ചിട്ട് വിളിച്ചു ചോദിക്കി എന്നെല്ലാം പറയണം. അപ്പോൾ അവളാണെങ്കിലും വിളിച്ചു ചോദിക്കാണ്ട് എണിക്കുമ്പോഴത്തേക്കും അവളുടെ കാലിലിപ്പോൾ കമ്പിയെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആക്സിഡൻറ്റിൽ ഇവൾക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നീക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നെങ്കിലും എനിക്ക് ധൈര്യം തരണേ എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവൾ നീക്കുന്നത് തന്നെ. നമ്മുടെ ഹീറോയിന് 2 മക്കളാണുള്ളത്. ഒന്നെന്ന് പറയാൻ നേരത്തെ കണ്ട ടൈലർ എന്ന ചെക്കനും, അതുപോലെ തന്നെ ആനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അതിൽ നമ്മുടെ ടൈലർ ഉണ്ടല്ലോ മൂത്തവൻ, അവനാണിപ്പോൾ ഈ കുടുംബം മൊത്തം ഇങ്ങനെ നോക്കുന്നത്. അതായത് കാരണം അമ്മ ഡിപ്രസ്ഡായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവനാണെങ്കിലും എന്താ പറയുക കോഴികൾക്കെല്ലാം തീറ്റ കൊടുത്ത് ഇപ്പം അവൻ്റെ നായയ്ക്ക് തീറ്റ കൊടുക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഫുഡ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ ഫുഡ് തന്നെ എടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് ഇവർക്കാണെങ്കിലും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവൻ തീപ്പെട്ടി കത്തിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ തീപ്പെട്ടി ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവനാണെങ്കിലും മേലെ പോയിട്ട് ഇവൻ്റെ അച്ഛൻ്റെ കുറച്ച് സ്റ്റോർ ചെയ്ത് കുറച്ച് സംഭവങ്ങളുണ്ട്, അതിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ ഒരു ലൈറ്ററും എടുത്തിട്ട് അവൻ പോരുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ കോൾ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഫോണിൽ ചാർജ് ഇല്ല. അത് കുത്തിവയ്ക്കാനാണെങ്കിലോ ആ വീട്ടിൽ പവറും ഇല്ല. എന്താ പറയുക, അതേസമയം തന്നെ നമ്മുടെ ടൈലറാണെങ്കിലോ അടുക്കളയിൽ ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹായത്തിനായിട്ട് അവൻ്റെ അനിയത്തിയായ ആനിയുണ്ട്. അപ്പോൾ ആനി ഇങ്ങനെ കത്തിയെല്ലാം എടുത്ത് കളിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ വന്നിട്ട് നമ്മുടെ ടൈലറിന് ചീത്ത പറയും. കണ്ടില്ലേ നിൻ്റെ സഹോദരി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്കിങ്ങനെ നോക്കിക്കൂടെ എല്ലാം പറയുമ്പോൾ അവനാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ വളരെ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവൻ ചോദിക്കുന്നുണ്ട്, എല്ലാം അമ്മ വിളിച്ചു ചോദിച്ചോ പവർ ഞാനും വരുമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവൻ പറയും, അല്ല നിനക്ക് ഒരു നിമിഷം പോലും വീഡിയോ ഗെയിമൊന്നും കളിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്നെല്ലാം പറയും. ഇവനാണെങ്കിലും പറയും, അതല്ല അമ്മ ഫ്രിഡ്ജ് ഓഫാണ്, ഫ്രിഡ്ജ് ഓഫായി എങ്ങനെ അതിൽ സാധനങ്ങളെല്ലാം ചീത്തയാവത്തില്ലേ എന്ന് പറയുമ്പോൾ പറയും, അതൊന്നും കുഴപ്പമില്ല, കറക്റ്റായിട്ട് അടച്ചു വെച്ചാൽ മതി, ഒന്നും കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഇവരാണെങ്കിലും ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണമെല്ലാം വളരെ മോശമാണ്. അപ്പോൾ ഇവരാണെങ്കിലും പറയും ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, അല്ല ഉള്ളത് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്നെല്ലാം ഇവനാണെങ്കിലും പറയും. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോയിനും ആകെ വിഷമാവുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ എന്താ പറയുക ആ നായും ഛർദ്ദിക്കും. അപ്പോൾ എന്താ സംഭവം ചോദിക്കുമ്പോൾ അതൊന്നുമില്ല, നായയുടെ ഫുഡ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പഴയ ഫുഡാണ് കൊടുത്തത് എന്നെല്ലാം പറയും. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഹീറോയിൻ എന്താ പറയുക ലെറ്ററെല്ലാം അങ്ങനെ ചെക്ക് ചെയ്യാൻ അവൾക്ക് കുറേ മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെറ്ററെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കൂടുതലും നമ്മുടെ ഹീറോയിൻ എന്താ പറയുക ഡിപ്രസ്സായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവളെ കൊണ്ട് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ലെറ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ എന്താ പറയുക അന്ന് നടന്ന ആ ആക്സിഡൻ്റ് എല്ലാം അവളെ കൺമുമ്പിൽ വന്നിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും ആ ടൈലർ വന്നിട്ട് പറയും, അമ്മ ആരോ നമ്മുടെ വീട്ടിന് ഉമ്മാത്ത് വന്നിരിക്കുന്നുണ്ട്, ഒരു സ്ത്രീ വന്നിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലും അതാരാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും എന്താ പറയുക ഒരു കറുത്ത ഡ്രസ്സെല്ലാം ഇട്ട്, അതുമാത്രമല്ല മുഖമെല്ലാം അങ്ങനെ മൂടിയിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഇവരുടെ വീട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയും, ഇതിപ്പോൾ ആരാണെന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആനി പറയുന്നുണ്ട്, അമ്മ അതാരാ, എനിക്ക് പേടിയാവുന്നുണ്ട് എല്ലാം പറയുമ്പോൾ അതാരുമല്ല, അത് വഴി തെറ്റി വന്നതായിരിക്കും എന്നെല്ലാം അങ്ങനെ ഹീറോയിൻ പറയും. അപ്പം നമ്മുടെ ടൈലറാണെങ്കിലോ അവളങ്ങനെ പേടിപ്പിക്കാനായിട്ട് പറയും, അത് പ്രേതമാണെന്ന് തോന്നുന്നു എന്നെല്ലാം ഞാൻ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അവനെ വഴക്ക് പറഞ്ഞിട്ട് എന്താ പറയുക ആരാ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാലോട് വയ്യാത്തതുകൊണ്ട് തന്നെ ഇഴഞ്ഞിട്ടാണ് പോകുന്നത് തന്നെ. എന്നിട്ട് ഇങ്ങനെ ഹീറോയിൻ ആ സ്ത്രീയോടൊന്നും ചോദിക്കുന്നുണ്ടല്ലോ, ആരാ എന്താണ് വന്നിരിക്കുന്നത്, എന്തെങ്കിലും ആവശ്യം വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രതികരണമില്ല. അപ്പോൾ അത് കേൾക്കാത്തതുകൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് കുറച്ചുകൊണ്ട് അടുത്ത് പോയിട്ട് ചോദിക്കും, ഹലോ ആരാ എന്താണ് വന്നിരിക്കുന്നത്, എന്തെങ്കിലും ആവശ്യം വേണമെന്ന് ചോദിക്കുമ്പോഴും ഒരു അനക്കവുമില്ല, ഒരു പ്രതികരണമില്ല. അതുമാത്രമല്ല അവരുടെ ആ വളർത്തുനായനല്ലോ, ആ നായ ഈ സ്ത്രീനെ നോക്കിയിട്ട് കുറേ നേരമായിട്ട് നല്ല രീതിയിൽ കുരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും സമാധാനപ്പെടുത്തിയിട്ട്
ഹീറോയിൻ കുറച്ചുകൂടി ഫ്രണ്ട്ലി വന്നിട്ട് ചോദിക്കും, ഹലോ ആരാ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വന്നേ, അത് ആ സ്ത്രീയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, അതങ്ങനെ എനിക്കറിയാം, നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ, നിൻ്റെ പേരെന്താ? എൻ്റെ പേര് റെമോണ, അതൊക്കെ തന്നെ നിങ്ങളറിയുന്നേ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക, നിൻ്റെ വീട് ഇതാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, എന്താ പറയുക, ഇതിൽ നിന്നൊക്കെയൊന്നും പോകത്തില്ല എന്ന് അവൾക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ പറയും, എന്താ പറയുക, എൻ്റെ ഭർത്താവ് ഇപ്പോൾ തിരിച്ചു വരും, നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ നിൻ്റെ ഭർത്താവ് ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ കാറുണ്ടല്ലോ, ഒരു ആക്സിഡൻറ്റ് പറ്റിയ കാറ് അതവിടെ മൂടിച്ചിരിക്കുന്നുണ്ട്, അത് തന്നെ കാണിക്കും. എന്നിട്ട് പറയും, നീ ഭയങ്കര ലക്കിയാണ്, പക്ഷെ നിൻ്റെ ഭർത്താവോ തീരെ ഭാഗ്യവാനല്ല എന്നെല്ലാം പറയും. അപ്പം തന്നെ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്, കാരണം ഇവളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനറിയാം. അപ്പോൾ പറയും, നിങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ പറയും, എന്താ പറയുക, ഇന്നാണ് നീ എന്നെ വിളിച്ച ദിവസം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, കയ്യിൽ ഇങ്ങനെ രക്തമൊക്കെ കാണിക്കും. അപ്പം ഇവൾക്ക് നല്ല ഇതിൽ പേടിയാവുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് സംഭവം കാണിക്കുന്നത്, ഇവരുടെ വീട്ടിലത്തെ ആ കോഴികളുണ്ടല്ലോ അതെല്ലാം ഇങ്ങനെ ചത്ത് കെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഫോണും എടുത്തിട്ട് അവിടെയുള്ള ആ കാറിൽ പോയിട്ട് ചാർജ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ചാർജ് കയറുന്നില്ല. അവൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടും ആവുന്നില്ല. അങ്ങനെ നമ്മുടെ ടൈലർ ഇങ്ങനെ പുറത്ത് നോക്കിയിട്ട്, ഈ അമ്മ എന്തതിനെ കാണിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആനി പറയുന്നുണ്ട്, എനിക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് പറയുമ്പോൾ ടൈലർ പറയും, ഏയ് പേടിക്കണ്ട ഞാനില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് അവനാണെങ്കിലും കുറേ നേരമായിട്ട് അവൻ്റെ ആ നായും കിടന്ന് കുരയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീനെ കൈ ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്കും ആ നായുടെ അടുത്ത് ഒരു വലിയൊരു നിഴലിങ്ങനെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഹീറോയിനാണെങ്കിൽ ചാർജ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ചാർജ് ഒരിക്കലും കയറുന്നില്ല. അങ്ങനെ ഇപ്പോൾ വീടിൻ്റെ അകത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടൈലർ ഇപ്പോൾ അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഉണ്ട് ഹീറോയിൻ അകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് നീ എങ്ങോട്ട് പോകുന്നു, നീ എങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വാതിലും ജനലെല്ലാം ലോക്ക് ചെയ്യാണ്. അപ്പോഴത്തേക്കും ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ നീ നിന്നെ കാറിൻ്റെ അടുത്തേക്ക് പോയി ചോദിക്കുമ്പോൾ അത് ഞാനൊരു ടോർച്ച് എടുക്കാൻ പോയതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ ആരാ എന്ന് ചോദിക്കുമ്പോൾ അത് ആരുമല്ല, അതേതോ ഒരു മാനസികരാണെന്ന് തോന്നുന്നു, ഒരു നേഴ്സാണെന്ന് തോന്നുന്നു, നേഴ്സോ അത് വഴി തെറ്റി വന്നാന്ന് തോന്നുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടൈലർ ഇങ്ങനെ പുറത്തോട്ട് നോക്കി ആനിക്ക് നല്ല പേടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആനീനെ സമാധാനപ്പെടുത്തിയിട്ട് നമ്മുടെ ഹീറോയിനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൈലറാണെങ്കിലോ പുറത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ എന്തോ ഒരു പന്തിയേട് പോലെ അവന് തോന്നുന്നുണ്ട്, എൻ്റെ അമ്മ എന്തോ മറയ്ക്കുന്ന പോലെയൊക്കെ അവന് തോന്നുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടൈലർ പറയും, അല്ല അമ്മ ഞാൻ അച്ഛൻ്റെ റൂമിൽ പോയിട്ട് തോക്കെടുത്തിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ, നീ അങ്ങനെയൊന്നും ചെയ്ത്, നീ ഒരിക്കലും തോക്കെടുക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടൈലറിന് എങ്ങനെയില്ല അവൻ്റെ കുടുംബം രക്ഷിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ റൂമിൽ പോയിരുന്നിട്ട് ആ ജനലിലോട്ട് തന്നെ അങ്ങനെ നോക്കിയിട്ട് പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും വന്നിട്ട് പറയുന്നുണ്ട്, ടൈലർ നീ എന്തിനെങ്ങനെ പേടിക്കുന്നത്, ആ സ്ത്രീ കുറച്ച് ഞാൻ പൊക്കോളും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ആനി ഉണ്ടല്ലോ, ആനി എൻ്റെ അമ്മയുടെ അടുത്തോട്ട് വന്നിട്ട്, അമ്മ ആ സ്ത്രീ കുറച്ചുകൂടി മുന്നോട്ട് വന്ന പോലെ എന്ന് പറയും. അപ്പോഴാണ് ഇവരെല്ലാം കൂടെ ജനലിലൂടെ നോക്കുമ്പോഴാണ് പറഞ്ഞത് ശരിയാണ്, ആ സ്ത്രീ കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീനെ കാണിക്കുമ്പോഴത്തേക്കും ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീനെ കൈ കൊണ്ട് തന്നെ എന്തോ കാണിക്കുമ്പോഴത്തേക്കും ആ കാറുണ്ട്, അവിടുത്തെ ആ മൂടിയിട്ടിരിക്കുന്ന കാറുണ്ടല്ലോ, ആ കാറിൻ്റെ അവിടെ ഒരു വലിയ നേളി വരുന്നുണ്ട്. അതിനുശേഷം ആ കാറുണ്ടല്ലോ, ആ കാറ് ചെറുതായിട്ട് പതുങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ വീടിൻ്റെ അകത്ത് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനാണെങ്കിലോ എന്താ പറയുക, അവളുടെ കാലത്തെ ആ മുറിവുകളെല്ലാം അങ്ങനെ ബാൻഡേജെല്ലാം അയച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ ആനി ആണെങ്കിലോ അവളുടെ ഒരു ബുക്കിൽ അവളുടെ പേരിന് എഴുതി പഠിക്കുന്നുണ്ട്. നമ്മുടെ ടൈലർ ആണെങ്കിലോ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് നമ്മുടെ ഹീറോയിൻ ആ ജനലിൽ വന്നിട്ട് ആ സ്ത്രീയെ നോക്കുമ്പോഴത്തേക്കും ആ സ്ത്രീ ഇപ്പോഴും പോയിട്ടില്ല, അതിന് പോകാനും ഉദ്ദേശവുമില്ല. അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവളുടെ ആ നായയുടെ കുരയപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവളാണെങ്കിലും പുറത്തു പോയിട്ട് അതിൻ്റെ പേരെല്ലാം വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആ നായനെ കെട്ടിരുന്ന ആ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിന് മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി അടുത്തോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും ആ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ മണ്ണിൻ്റെ അടിയിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലായി, എന്താ പറയുക, ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ ആ നായനെ ആ മണ്ണിൻ്റെ അടിയിലാട്ടാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് ഇവൾക്ക് നല്ല രീതിയിൽ പേടിച്ചിട്ട് ഇവൾ അകത്തോട്ട് വന്നിട്ട് ഇങ്ങനെ കെടുക്കുക. അപ്പോഴാണ് നമ്മൾ ടൈലർ നീച്ചിട്ട് ആദ്യം തന്നെ ആ സ്ത്രീയെ നോക്കും, ആ സ്ത്രീ പോയിട്ടില്ല. അവളെ അമ്മേനെ നോക്കുമ്പോഴത്തേക്കും അമ്മ ഒരു കത്തി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിലും വിളിച്ചിട്ട് പറയും, അമ്മ ഞാൻ അയൽക്കാരെ വിളിച്ചിട്ട് വരട്ടെ, അയൽക്കാരുടെ വീട്ടിലോട്ട് പോയല്ലോ, നമുക്കെല്ലാവരും കൊണ്ടിട്ട് പോയത്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, അതൊന്നും പറ്റത്തില്ല, നീ കണ്ടില്ലേ എൻ്റെ കാല് വയ്യാതിരിക്കുകയാണ്, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും പറയും, എന്തിനാ ഞാൻ വണ്ടി ഓടിക്കാം, എന്നെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് വണ്ടി ഓടിക്കാം എന്നെല്ലാം പറയുമ്പോൾ ഇവളാണെങ്കിലും അതൊന്നും പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ഇവനാണെങ്കിലും ശരി, എന്നാൽ നമുക്ക് കുറച്ച് ദൂരം പോയി ആ ഒരു ഫാം ഹൗസ് ഉണ്ട്, അവിടേക്ക് ഞാൻ പോയിട്ട് ആരെങ്കിലും ഹെൽപ്പിന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവൾ പറയും, നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, നീ കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അമ്മ ഇത്രയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടും എന്നെ വിടാത്തതെന്നുള്ള കാര്യം. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് ടൈലർ എന്താ പറയുക, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബോർഡുണ്ട്, ആ ബോർഡ് എടുത്തിട്ട് ആ ചെമരമെല്ലാം ഇങ്ങനെ എറിഞ്ഞുകൊണ്ട് നിന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ശബ്ദം ഇങ്ങനെ കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വന്നിട്ട് അവൾ വന്നിട്ട്
ആ ബോൾ എടുത്ത് നിന്നോടല്ല അനങ്ങാണ്ടിരിക്കാൻ പറഞ്ഞു എന്നുകൊണ്ട് ആ തോൾ എടുത്തിട്ട് എറിയാണ്. അപ്പോൾ ആ ദേഷ്യത്തിൽ തന്നെ ആനി ഇങ്ങനെ എന്തോ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പെല്ലിങ് തെറ്റുമ്പോൾ നിനക്ക് നിൻ്റെ പേര് ഇവിടെ എഴുതാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ ചൂടാവും. അങ്ങനെ നമ്മുടെ ആനി കരയും. അപ്പോഴാണ് ഇവൾക്ക് കാര്യം മനസ്സിലാവുന്നത് ഇവള് എന്താ പറയുക കുറച്ചുകൂടി ഹാർഷായിട്ട് പെരുമാറി എന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവളാണെങ്കിലും ആനിയെ വിളിച്ചിട്ട് ഇനി ഇങ്ങനെയൊന്നും പറയത്തില്ല, അമ്മ ഒരിക്കലും ഇങ്ങനെ ചീത്ത അറിയത്തില്ല എന്നല്ല അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു മിററുണ്ട്. ആ മിററിൽ അവൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിലൊരു കത്തി ഇങ്ങനെ വന്നിട്ട് ആനി ഇങ്ങനെ കുത്തുന്ന പോലെയല്ല അവൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇതെല്ലാം ടൈലറും കാണുന്നുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ കയ്യിൽ ആനി മാറിയിട്ട് ഇപ്പോൾ ഒരു തലോണയാണ് കളിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടൈലറും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്കും എന്താ പറയുക ആനിയുടെ ഒച്ച കേൾക്കും. അപ്പോൾ ഇവൾ കിച്ചണിലോട്ട് പോയി നോക്കുമ്പോഴത്തേക്കും ആനിയുടെ കാലെവിടെയോ തട്ടിയിട്ട് എന്താ പറയുക ചോരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചീത്ത പറയുന്നുണ്ട്, നിന്നോടല്ലേ പറഞ്ഞത് ഇങ്ങോട്ടിട്ട് മാത്രം കിച്ചണിലോട്ട് വന്നാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ടൈലർ ഇപ്പോൾ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും ആ സ്ത്രീ കുറച്ചും കൂടി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലായി ഇനി ഇത് വിട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവളൊരു വടിയും എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി പോകണം. അപ്പോൾ തന്നെ അവിടെ ഒരു പോർട്രേറ്റ് ഡ്രോയിങ്ങിന് കാണിക്കുന്നുണ്ട്. ആ ഡ്രോയിങ്ങിനുള്ള ഫോട്ടോ കറക്റ്റ് ആ പുറത്ത് വന്നിരിക്കുന്ന ആ സ്ത്രീയുടെ പോലെ തന്നെയുണ്ട്. അപ്പോൾ അവനാണെങ്കിലും ആദ്യം വന്നിട്ട് പുറത്തോട്ട് വന്നിട്ട് അവൻ്റെ നായനെയാണ് നോക്കുന്നത്. നായനെ നോക്കുമ്പോഴത്തേക്കും നായനെന്ന് അവിടെ കാണുന്നില്ല. അതുമാത്രമല്ല ആ കോഴികൾ ചത്തെടുക്കുന്നതെല്ലാം അവൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും നല്ലത്തിൽ പേടിച്ചിട്ട് എന്താ പറയുക ഷെഡിൻ്റെ അടുത്തോട്ട് വരും. എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടെല്ലാം നോക്കിയിട്ട് അവിടെയുള്ള ആ കാറിനകത്ത് കയറിയിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അത് സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ അവൻ ആ സ്ത്രീനെ നോക്കുമ്പോഴത്തേക്കും ആ സ്ത്രീനെ പാട് കാണുന്നില്ല. അപ്പോഴത്തേക്കും ഇവൻ്റെ ബാക്കിലൂടെ എന്തോ ഒരു ശബ്ദം വരുന്ന പോലെ തോന്നുകയാണ്. അപ്പോൾ ഇവനാണ് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവൻ മെല്ലെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോഴാണ് ആ കാറുണ്ടല്ലോ, ആ കാറിന് അവിടെ ഒരു വലിയ നിഴലിങ്ങനെ വന്നിട്ട് അവിടുത്തെ ആ തുണി ഉണ്ടല്ലോ, അതുമ്പോൾ മൂടിയിട്ടിരിക്കുന്ന ആ തുണി മെല്ലെ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ മാറുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ ബാക്കിലോട്ട് നോക്കും. ബാക്കിലോട്ട് ഒരു മിറർ ഇരിക്കുന്നുണ്ട്. ആ മിററിൽ നോക്കുമ്പോൾ ഇതേപോലെയാണ്. ഒരു നിമിഷത്തേക്ക് അവൻ്റെ ജീവൻ പോയി. അങ്ങനെ അവനാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും അവിടെ ആരും കാണുന്നില്ല. അങ്ങനെ അവൻ പുറത്തോട്ട് നോക്കുമ്പോഴേക്ക് ഒരു നിഴൽ അവൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുത്. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന കത്തുണ്ടല്ലോ, കത്തില്ല ആ വാട്ടി എടുത്തിട്ട് ഒറ്റ വീശും. നോക്കുമ്പോഴത്തേക്കും അത് ഹീറോയിനായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് അവളുടെ തലയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ അവളാണെങ്കിലും അവനെ വിളിച്ചിട്ട് അകത്തോട്ട് വന്നാലും ചീത്ത പറയാണ്, നീനോടല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ എന്തിനാ പുറത്തിറങ്ങിയെന്നെല്ലാം ചോദിക്കുമ്പോൾ പറയും, അല്ല അമ്മ ഇവിടെ എന്താ സംഭവിക്കുന്നത്, അമ്മ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ, കോഴികളൊക്കെ എന്താ ചത്തെടുക്കുന്നത്, നായ എവിടെ, അമ്മ എന്നോട് കള്ളം പറഞ്ഞു എന്നെല്ലാം പറയുമ്പോൾ ഇവൻ ഹീറോയിൻ പറയും, നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യും പറയുമ്പോൾ ഇവനാണെങ്കിലും ആനിയോട് പറയും, ആനി നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്, അമ്മയൊന്നും നമ്മളെ സംരക്ഷിക്കുന്നില്ല, അമ്മ മരുന്നെല്ലാം കഴിക്കുന്നില്ലല്ലോ അതിൻ്റെ ആയിരിക്കും ഇതെല്ലാം അങ്ങനെ പറയും. അപ്പോൾ ഇവൾക്കതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് ഇവിടെ അവളെ കഴിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് ടൈലറിങ് നേടി. അപ്പോൾ അവനാണെങ്കിലും പറയും, അമ്മ എന്ത് കളിയും ചെയ്തോ, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടം ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ റൂമിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ആ വാതിലിങ്ങോട്ട് അടയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും വന്നിട്ട് നല്ല രീതിയിൽ തുറക്കാനെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ അത് തുറക്കുന്നില്ല. അങ്ങനെ അവനാണെങ്കിലും ആ റൂമിൽ കയറിയിട്ട് എന്താ പറയുക അവൻ്റെ അച്ഛൻ്റെ ഗണ്ണെല്ലാം നോക്കുകയാണ്. പക്ഷേ ആ ഗണ്ണ് അവിടെ കാണുന്നില്ല. ഗണ്ണ് ആളുള്ള ആ ഷെൽഫിലാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിലും ഡോർ തുറക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഡോർ തുറക്കുന്നില്ല. നമ്മുടെ ആനി ആണെങ്കിലോ ആ സ്ത്രീനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിലും ആ ഗണ്ണെടുക്കാനുള്ളതിലാണ്. അപ്പോൾ ഈ നമ്മുടെ ഹീറോയിനാണെങ്കിലോ പുറത്തിലൂടെ വേറൊരു വഴി കൂടെ ആ റൂമിലോട്ട് കയറാനുള്ള ഒരു വഴിയുണ്ട്. അപ്പോൾ അതിലൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് അവിടെ തട്ടിത്തരഞ്ഞ് വീഴുകയാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് നമ്മുടെ ആനി ഒരു നിമിഷത്തേക്ക് തല അങ്ങോട്ട് തിരിച്ചതും ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ കുറച്ചും കൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. അത് ഇവർ കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ടൈലറാണെങ്കിലും ഗണ്ണ് എടുത്തിട്ട് അവൻ പുറത്തോട്ട് വരികയാണ്. പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് എന്താ പറയുക പുറത്ത് വന്നിട്ട് ആനോട് പറയും, ഒരിക്കലും ഒരു കാരണവശാലും ഈ റൂം തുറക്കരുത്, ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇവനിപ്പോൾ ആ സ്ത്രീയുടെ മുന്നോട്ട് വന്നിട്ട് ഞാൻ 10 വരെ ഉണ്ടാവും, അതിനുള്ളിൽ പൊക്കോ, അത് ഞാനിപ്പോൾ ഈ ഗണ്ണ് പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഗണ്ണ് ചൂണ്ടി ഇരിക്കുകയാണ്. പക്ഷേ ആ സ്ത്രീക്കാണല്ലോ ഒട്ടും പേടിയില്ല. അങ്ങനെ ഇവനാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ കാര്യമായിട്ട് പറയുന്നത്, തമാശ പറയുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ എണീക്കും. അപ്പോൾ ഇവനാണെങ്കിലും മെല്ലെ പേടിച്ചിട്ട് എണ്ണീട്ടാണ് ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ. അങ്ങനെ ആ സ്ത്രീ ഇവൻ്റെ മുന്നോട്ട് വന്നിട്ട് ഇങ്ങനെ ആ ഇതുണ്ടല്ലോ ആ ഷാൾ ഇങ്ങോട്ട് അഴിക്കും. വലിയ പ്രായമുള്ള സ്ത്രീ ഒന്നല്ല. അങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കാണിക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ ഹീറോയിനാണെങ്കിലോ അതിനോട് പറയും, അമ്മന് ഒരിക്കലും വഴക്ക് പറയത്തില്ല, നീ ആ വാതിൽ തുറക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് വാതിലും തുറക്കുന്നുണ്ട്. അങ്ങനെ പുറത്ത് കാണിക്കുമ്പോഴത്തേക്കും ആ സ്ത്രീ ഇപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ കാണിക്കും. കൈ ഇങ്ങനെ മേലോട്ട് കാണിക്കുമ്പോഴത്തേക്കും ആ നിഴൽ ഇങ്ങനെ വന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ ഇളക്കിയിട്ട് ആ സ്ത്രീക്ക് ഇപ്പോൾ ഇങ്ങനെ അവനോട് പറയാണ്, നീ ഇപ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആണല്ലേ, എനിക്കറിയാം നിൻ്റെ അമ്മ നിന്നോട് പറഞ്ഞത് എല്ലാം കള്ളാണ്, ആ ആക്സിഡൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അതെല്ലാം കള്ളാണ്, നിങ്ങളെ പറ്റിക്കായിരുന്നു, ഇതെല്ലാം അങ്ങനെ പറയും. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ടൈലർ ഇപ്പോൾ അകത്തോട്ട് നല്ല ദേഷ്യത്തിൽ കയറി വന്നിട്ട്, അമ്മ സത്യം പറയും, അന്ന് അപകടമുണ്ടായത് അച്ഛനും ആരനാണെന്നാണ് അമ്മ പറഞ്ഞത്, അതായത്
മഞ്ഞിൽ കൺട്രോൾ കയറ്റിയിട്ട് അച്ഛൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് പറ്റിയെന്ന് പറഞ്ഞത്. അതെല്ലാം എനിക്ക് കറക്റ്റായിട്ട് അറിയാം, സത്യം പറയും എന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിലും വേറെ വഴിയില്ലാതെ അത് പറയാണ്. അതായത് അന്നൊരു രാത്രി എന്താ പറയുക, തൻ്റെ ഭർത്താവ് എനിക്ക് ഡിന്നർ കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒരു നല്ല മൂഡിലല്ല. കാരണം ഹീറോയിന് ആ വീട് വാങ്ങിച്ചത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭർത്താവാണെങ്കിലും പറയുന്നുണ്ട്, എനിക്കും കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടല്ലോ എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറ്റിയിലാവുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും, ഹോസ്പിറ്റലും ഇതെല്ലാം കാരണം കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിപ്പോൾ കുറച്ചുകൂടി ഉള്ളിലായി എന്നെല്ലാമാണ് നമ്മുടെ ഹീറോയിൻ്റെ പരാതി എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെല്ലാം കുറച്ച് തല്ലൂട്ടത്തിന് ശേഷം ഇവരിപ്പോൾ നമ്മുടെ ഹീറോയിൻ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിനാണ് കാർ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ ഭർത്താവിനും ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവളാണെങ്കിലും ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ ഭർത്താവിന് പറയുന്നുണ്ട്, നമുക്ക് ആ വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നമുക്ക് ജീവിക്കാമെന്നെല്ലാം പറയാം. പക്ഷേ ഇവൾ അതിലുള്ള റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല മൂടൽമഞ്ഞുണ്ട്, അതുകൊണ്ട് തന്നെ മുന്നിലുള്ളതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇവളാണെങ്കിലും ആ റയർ വ്യൂ മിറർ ഉണ്ടല്ലോ, അതിലൂടെ ഒരു സ്ത്രീ ഇങ്ങനെ ഇവരെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ മുന്നോട്ട് ശ്രദ്ധിക്കാതെ അതിലോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്താ പറയുക, ഫ്രണ്ടിലുള്ള ഒരു വണ്ടിയെ പോയിട്ട് ഇടിച്ചിട്ടാണ് ഈ അപകടം ശരിക്കും പറ്റുന്നത് തന്നെ. അപ്പോൾ ഇതെല്ലാം ടൈലറിനോട് ഇങ്ങനെ എന്നിട്ട് പറയാണ്, ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിപ്രസ്ഡായി പോയത് എന്നെല്ലാം പറയാണ്. നിങ്ങളുടെ അച്ഛൻ നല്ലൊരാളായിരുന്നു, ഞാനാണ് തെറ്റ് ചെയ്തത് എന്നെല്ലാം പറയാണ്. ഇപ്പോൾ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ ഇങ്ങനെ മുന്നോട്ട് വരും തോറും ആ നേരുണ്ടല്ലോ, ആ നേര് വീട് ഫുള്ള് ഇങ്ങനെ മൂടാണ്. അങ്ങനെ ആനിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഹാളിൽ നിൽക്കുമ്പോഴത്തേക്കും ആ പുറത്തെറിച്ചെറിഞ്ഞ ബോൾ ഉണ്ടല്ലോ, ആ ബോൾ ഉണ്ട് അകത്തൊന്നെടുക്കുന്നു. അപ്പോൾ അവളാണെങ്കിലും അതെടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് വീടിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ആ നിഴൽ വന്നിരിക്കുന്നത്. ആ വലിയ നിഴലുണ്ടല്ലോ, ആ നിഴലിപ്പോൾ അകത്തോട്ട് വന്നിട്ട് ഈ നിഴലാണ് ഇവർ സത്യം പറഞ്ഞാൽ ഇവരെല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അങ്ങനെ ആനിപ്പോൾ ചീറുന്നുണ്ട്. അത് കണ്ടിട്ട് ഇപ്പോൾ ടൈലറെല്ലാം അകത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ നിഴൽ അവിടെയുള്ള എല്ലാ സാധനവും തട്ടിമറിച്ചിടുന്നു. അവർ പുറത്തോട്ട് ഇടാൻ നോക്കുമ്പോൾ ആ ഡോറും അടച്ചിടുന്നു. അങ്ങനെ ഇപ്പോൾ ആ നിഴൽ ഒരു കത്തി എടുക്കുകയാണ്. ആ കത്തി എടുത്തിട്ട് ഇവരെ കുത്താൻ വേണ്ടി ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടൈലർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള കർട്ടനുണ്ടല്ലോ അതെല്ലാം അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും ഈ കത്തി നിലത്തോട്ട് അങ്ങോട്ട് വീഴും. കാരണം വെളിച്ചുണ്ടെങ്കിലല്ലേ നിഴലുണ്ടാവത്തുള്ളൂ, അതവനറിയാം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു ചക്കയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇവരാണെങ്കിലും ഇനി ഇവിടെ നിന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, തട്ടുമോളിലോട്ട് കയറുകയാണ്, വീടിൻ്റെ മുകളിലോട്ട് കയറുകയാണ്. മുകളിലോട്ട് കയറിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കുമാണ് അവളെപ്പോഴും ആ നിഴൽ പോയിട്ടില്ല. ആ നിഴൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ആനുണ്ടല്ലോ, ആനയുടെ കാല് പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോഴത്തേക്കും നമ്മൾ ടൈലർ വന്നിട്ട് അവിടെയുള്ള ആ വിൻഡോ ഉണ്ടല്ലോ, ആ വിൻഡോ അങ്ങോട്ട് അടയ്ക്കും. അപ്പോഴത്തേക്കും അവളുടെ കാലിൽ നിന്ന് ആ പിടി വിടുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, രാത്രി ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, എന്താ പറയുക, പകൽ തന്നെ ഇത്രത്തോളം പീഡിപ്പിക്കാനാണെങ്കിൽ രാത്രി ഇങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ, ഊഹിച്ചാൽ മതി, പേടിച്ചു പോകും. അപ്പോൾ ഇവരാണെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് അടിയിൽ നിന്ന് ഒരു ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ഉണ്ടെങ്കിൽ ഇവർ നല്ല പേടിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടൈലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ ടോർച്ച് ഉണ്ട്. അപ്പോൾ ആ ടോർച്ചിൽ ആരോ വന്ന പോലെ തോന്നും. അപ്പോൾ ആ ടോർച്ച് ഉണ്ട് ഓണാക്കി നോക്കുമ്പോയിട്ട് എന്താ പറയുക, ആ ചെയറുണ്ടല്ലോ, പുറത്തിരുന്നിരുന്ന ആ ചെയറുണ്ട് പകത്തോട്ട് വന്നിരിക്കുന്നത്. ആഹാ, നല്ല അടിപൊളി. അപ്പോൾ ഇവളാണെങ്കിലും നോക്കുമ്പോഴത്തേക്കുണ്ട് ഇതേപോലെ ഉണ്ട് ആ സ്ത്രീ വന്ന് നിൽക്കുന്നത്. പിന്നെ പറയും വേണ്ടല്ലോ, തല പേടിച്ചു. പക്ഷേ നമ്മുടെ ആനിയും ടൈലർ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം എടുത്തിട്ട് അവളുടെ മേത്തോട്ടടിക്കും, ആ സ്ത്രീയുടെ മേത്തോട്ടടിക്കും. അപ്പോൾ ആ ടോർച്ച് കെടുകയും ചെയ്യും. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആനി വീണ്ടും ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ആ സ്ത്രീ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആനിയുടെ കയ്യിൽ ഇങ്ങനെ വരികയാണ്, ഞാനാണ് നിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തോട്ട് വരികയാണ്. മുഖത്ത് പാടെല്ലാം ഉണ്ട്, നേരത്തെ അടിച്ചതിൻ്റെ ആ പാടെല്ലാം ഉണ്ട്. നമ്മളെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും അവളിപ്പോൾ ആ നിഴലിൽ പിടുങ്ങിയിട്ട് അവൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല, ആ അവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത്. ടൈലറാണെങ്കിലോ ഇതെല്ലാം കണ്ട് പേടിച്ചിട്ടാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആനിയും കൊണ്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ ആ നിഴലിൽ നിന്ന് ഇപ്പോൾ അവൾ രക്ഷപ്പെട്ടിട്ട് നമ്മൾ ടൈലറിനുമായിട്ട് ആനിയെ നോക്കാൻ വേണ്ടി പോകും. ആനിയെ വേണ്ടി അവർ നോക്കുമ്പോൾ അവർ ആ ലൈറ്റാണ് ഫോളോ ചെയ്യുന്നത്, ആ ടോർച്ച്. കാരണം ആനിയുടെ കയ്യിലാണല്ലോ ആ ടോർച്ച് ഉള്ളത്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവരെന്താ പറയുക, ഒരു റൂമിലോട്ടാണ് ഈ വെളിച്ചം ഇങ്ങനെ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ റൂം ഇവർക്കും അറിയത്തില്ല, കാരണം ഇവരിപ്പോൾ അടുത്താണല്ലോ വന്നത്, അതുകൊണ്ട് ഇവർക്കും അറിയത്തില്ല ഈ റൂം ഇവിടെ ഉള്ള കാര്യം. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ആ ലൈറ്റ് റൂം അടിച്ചിട്ട് ഇവരിങ്ങനെ ആ റൂമിലോട്ട് ഇങ്ങനെ കയറി പോകുമ്പോഴാണ് എന്താ പറയുക, അകത്തുണ്ട് എന്താ പറയുക, ഇവളുടെ ആ ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവുണ്ട് ആ ബെഡിൽ കിടക്കുന്നത്. എന്താ പറയുക, അപ്പോൾ ഇവൾക്കാണെങ്കിലും നല്ല രീതിയിൽ കുറ്റബോധമുണ്ട്. കാരണം അവൾ കാരണമാണല്ലോ എന്താ പറയുക എൻ്റെ ഭർത്താവ് മരിച്ചത്. അപ്പോൾ ഇവളാണെങ്കിലും അതിൻ്റെ അടുത്ത് തന്നെ വന്ന് കിടന്നിട്ട് വിഷമിച്ചിന് കിടക്കുകയാണ്. അപ്പോഴത്തേക്കാണ് എന്താ പറയുക, ഭർത്താവിൻ്റെ കയ്യിലത്തെ ആ ടാറ്റു ഉണ്ട്, ഭർത്താവിൻ്റെ കയ്യും വേണ്ട ഒരു ടാറ്റു. ആ ടാറ്റു കാണുമ്പോൾ ഇവൾക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ട് എന്താ പറയുക, ഇവിടുന്ന് പുറത്തു വേണ്ടി നോക്കുമ്പോഴത്തേക്കുണ്ട് അവൾ ആ ഭർത്താവുണ്ട് ഇവളുടെ തലയിലുണ്ട് എന്തോ ഒരു സാധനം എടുത്തിട്ട് മൂടിയിടുന്നു.
അങ്ങനെ പെട്ടെന്ന് അവൾ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും എന്താ പറയുക, നേരത്തെ ആയിരുന്നിരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ഥാനത്ത് ഇപ്പോൾ ഇവളാണ് വന്നിരിക്കുന്നത്. തലയിൽ ആ സാധനമെല്ലാം മൂടിയിട്ടിട്ട്. എന്താ പറയുക, അത് മാത്രമല്ല, എന്താ പറയുക, നേരത്തെ ഇവൾ വന്നിട്ട് ഇങ്ങനെ പേരെല്ലാം പറഞ്ഞല്ലോ, ആ സ്ഥാനത്ത് ഇവളിങ്ങനെ ഇരുന്ന് കാണുകയാണ്. എന്താ പറയുക, ഇവളെ തന്നെ കാണുകയാണ്. ആ പേര് പറയുന്നതും എല്ലാം ഇവൾ തന്നെ കാണും. പെട്ടെന്ന് ഇവൾ എന്താ പറയുക, അവളുടെ കയ്യിലുള്ള ആ ഇതുണ്ടല്ലോ, ആ തുണി എടുത്തിട്ട് മാറ്റുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവൾ ഇതിൻ്റെ മേലെ, ഈ റാക്കിൻ്റെ മേലെ വന്നിട്ട് ഈ ആനിയോട് വന്നിട്ട് ഇങ്ങനെ, ആനീനെ ഞാനാണ് നിൻ്റെ അമ്മ എന്നെല്ലാം പറഞ്ഞിങ്ങനെ തീരുന്ന സീനെല്ലാം കാണിക്കുന്നത്. അങ്ങനെ ഇവളുടെ സ്ഥാനത്ത്, ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഇവളായിട്ടാണ് ഇവൾ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇവൾ വീണ്ടും കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ഇവളിപ്പോൾ ആ ബെഡ്റൂമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ടൈലറും അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അപ്പോഴത്തേക്കും ഇവൾ പറയും, എന്താ പറയുക, ആനിയെ ടൈലറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറയും, ഇനി പെട്ടെന്ന് ഇവിടെയും കൊണ്ട് പുറത്തോട്ട് പോകുമെന്ന് പറയും. അങ്ങനെ ഇവളുടെ കയ്യിരിക്കുന്ന ആ തോക്ക് എടുത്തിട്ട് അവിടെയുള്ള ആ നേളിലോട്ട് ഇങ്ങനെ ചൂണ്ടും. അപ്പോഴത്തേക്കാണ് ആ നേളുണ്ടല്ലോ, ആ നേളിൽ നിന്ന് പെട്ടെന്ന് ആ സ്ത്രീ പുറത്തോട്ട് വരുന്നത്. അങ്ങനെ ഇവളിങ്ങനെ ആ സ്ത്രീയോട് ഇങ്ങനെ പറയുന്നുണ്ട്, പെട്ടെന്ന് ഈ വീടിട്ട് വെക്കോ, അല്ലെങ്കിൽ നിന്നെ ഉറപ്പായിട്ട് ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയും, ഒരിക്കലും നീ ഷൂട്ട് ചെയ്യത്തില്ല, കാരണം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വന്നത്. നിൻ്റെ ഇത്രയും കാലത്ത് ആഗ്രഹമല്ലായിരുന്നോ ആ തോക്ക് നിൻ്റെ കയ്യിൽ കിട്ടണമെന്നുള്ളത്, അതിപ്പോൾ കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവളാണെങ്കിലും പറയും, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, ഞാൻ എന്തായാലും നിന്നെ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയും, ഒരിക്കലും നീ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല, കാരണം നീ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത് എന്നെല്ലാം പറയും. അപ്പോൾ ഇതൊക്കെ കേട്ടുമ്പോൾ ഹീറോയിന് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അവൾ പറയും, ഞാൻ എന്തായാലും നിൻ്റെ തലയ്ക്ക് നോക്കിയിട്ട് തന്നെ ഷൂട്ട് ചെയ്യും, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ എന്ന് പറയും. അപ്പോൾ ആ സ്ത്രീ പറയും, അതെ, അതുതന്നെയാണ് എനിക്കും വേണ്ടത്, നീ അത് ചെയ്യുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്, അതുകൊണ്ട് നീ അത് ചെയ്യണം, കാരണം ഞാൻ മറ്റാരും വിളിച്ചിട്ടില്ല, നീ വിളിച്ചുകൊണ്ട് മാത്രമാണ് വന്നത് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, നമ്മളെ ഹീറോയിൻ എന്നും രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് ശക്തി തരണേ, എനിക്ക് എന്താ പറയുക, അതിനുള്ള ധൈര്യം തരണേ എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവൾ നീക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അവൾക്ക് ഈ ജീവിതം മടുത്തു, അതുകൊണ്ട് തന്നെ അവൾക്ക് സൂസൈഡ് ചെയ്യാൻ ശക്തി തരണേ, ധൈര്യം തരണേ എന്ന് പറഞ്ഞിട്ടാണ് അവൾ നീക്കുന്നത് തന്നെ. അപ്പോൾ ഇതെല്ലാം ആ സ്ത്രീ അവളോട് തന്നെ പറയുകയാണ്, അതായത് നീ മറ്റൊന്നും കൊണ്ടല്ല, നിനക്ക് നടക്കാൻ വേണ്ടിയിട്ടല്ല നിനക്ക് ശക്തി തന്നെ വന്നത്, നിനക്ക് മരിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം തരണേ എന്നാണ് പറഞ്ഞത്. അത് നിറവേറ്റാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ വന്നത്, ഞാനേ മറ്റാരുമല്ല, നിൻ്റെ ഉള്ളിലുള്ള തന്നെ മറ്റൊരു രൂപമാണ് എന്നെല്ലാം പറയും. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, അതൊന്നും ശരിയാവത്തില്ല, എനിക്ക് കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ, അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു, നിൻ്റെ ഇന്നാണ് ആ ദിവസം, നീ മരിക്കാനുള്ള ദിവസം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ കുട്ടികളോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക, ആ സ്ത്രീ എന്താ ചെയ്യുക വെച്ചാൽ അവളൊക്കെ ഉള്ള ഒരു ഇതുണ്ട്, ലൈറ്റർ. ആ ലൈറ്റർ എടുത്തിട്ട് അതിൽ നിന്ന് ആ ഫോട്ടോസ് തന്നെ കാണിക്കും. അതായത് അവരുടെ കുട്ടികൾ വളർന്ന് വലുതായിട്ടുള്ള ഫോട്ടോസ് കണ്ടില്ലേ, നിൻ്റെ കുട്ടികൾ നീയില്ലാതെയും വളർന്ന് വലുതാവും എന്നെല്ലാം പറയാണ്. അപ്പോൾ എന്നിട്ട് ആ സ്ത്രീ ഇവളുടെ എടുത്തു വന്ന് ഇരിക്കുകയാണ്, കാരണം നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ മരിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആ സ്ത്രീയോട് പറയും, ഞാൻ ഇപ്പോൾ എൻ്റെ കുട്ടികളോട് പോയിട്ട് യാത്ര പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ താഴത്തോട്ട് വരുന്നുണ്ട്, കാരണം കുട്ടികളിപ്പോൾ താഴത്തോട്ടാണല്ലോ. അപ്പോൾ അവൾ വന്നിട്ട് താഴത്തോട്ട് വന്നിട്ട് കുട്ടികളോട് പറയാണ്, നിങ്ങളിപ്പോൾ ആ ഫാം ഹൗസിലോട്ട് പോക്കോ, എന്താ പറയുക, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, എനിക്ക് കുറച്ച് വർക്കുകളുണ്ട് പറയും. അപ്പോൾ നമ്മുടെ ഈ ആനി തിരിച്ച് ഓടി വന്നിട്ട് അവളൊക്കെ ഉള്ളൊരു പാവ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ കൊടുത്ത് പറയും, ഇതെനിക്ക് തിരിച്ചു കൊണ്ടു വരണം, എനിക്കറിയാം അമ്മ എന്തായാലും തിരിച്ചു വരുന്നുള്ള കാര്യം. അപ്പോൾ ഇതും കൂടി കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ മനസ്സിപ്പോൾ മാറുന്നുണ്ട്, കാരണം അവൾക്ക് മരിക്കുക എന്നുള്ള ആഗ്രഹം ചെറുതായിട്ട് മാറി വരുന്നുണ്ട്, കാരണം കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കയറി വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ തിരിച്ച് മേലോട്ട് തന്നെ വരികയാണ്. അപ്പോഴത്തേക്കും ആ സ്ത്രീ ഇപ്പോൾ ആ ഗണ്ണും പിടിച്ചിട്ട് ഇവളുടെ അടുത്തോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവളിങ്ങനെ മരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവൾ ആനി കൊടുത്ത ആ പാവ കാണുന്നത്. അത് കാണുന്നതും ഇവളുടെ മനസ്സ് സ്വന്തമായിട്ട് മാറുകയാണ്, പൂർണ്ണമായിട്ട് മാറുകയാണ്. അതായത് ഇനി കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ വരികയാണ്. അപ്പോൾ ഇവൾ തിരിച്ച് ആ ഗണ്ണെല്ലാം താഴത്തോട്ടിട്ട് കുട്ടികളുടെ അടുത്തോട്ട് വരികയാണ്. കുട്ടികളുടെ അടുത്ത് വരുമ്പോൾ കുട്ടികൾ അധികം ദൂരം പോയിട്ടില്ല. അമ്മയെ കാണുമ്പോൾ തിരിച്ചു ഓടി വന്നിട്ട്, അമ്മ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ എന്ന് പറയുമ്പോൾ അതെ തിരിച്ചു വന്നു, ഇനി ഒരിക്കലും പോവില്ല, വിട്ടുപോവില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഇതിൽ തിരിച്ച് വീട്ടിലോട്ട് കയറി വരികയാണ്. വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ എന്താ പറയുക, അവിടുത്തെ പവറെല്ലാം തിരിച്ചു വരുന്നുണ്ട്, പോയ പവറെല്ലാം തിരിച്ചു വരുന്നുണ്ട്. ആ നായ ഉണ്ടല്ലോ, ആ നായും തിരിച്ചു വരുന്നുണ്ട്. അത് മാത്രമല്ല, ആ വീടിൻ്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ റെമോണ എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ വീട് ഇവളുടെ തന്നെ വീടാണ്. അത് മാത്രമല്ല, ഇപ്പോൾ വന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അത് ശരിക്കും ഇവൾ തന്നെയാണ്. അതായത് ഇവളുടെ വേറൊരു രൂപം, അതായത് വേറൊരു പേഴ്സണാലിറ്റി എന്നൊക്കെ പറയത്തില്ല, ഇവളുടെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയ കുറേ സംഭവങ്ങളാണ്. അതായത് ഇവള് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി. അതായത് ഇവളുടെ ഭർത്താവ് മരിച്ചത് ഇവളുടെ കാരണം കൊണ്ടുള്ളതും, അതുപോലെ തന്നെ ഇവളുടെ കുട്ടികളെ തന്നെ ഇവൾക്ക് നോക്കാൻ പറ്റുന്നില്ല കാര്യങ്ങളും അതൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഇവളുടെ മനസ്സ് തന്നെ എന്താ പറയുക, ഇവളെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. ഇവൾക്ക് ധൈര്യമില്ല, സൂസൈഡ് ചെയ്യാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഇവളുടെ മനസ്സ് തന്നെ
ഇവിടെ സൂസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തോന്നലുകൾക്ക് വന്നതാണ്. പക്ഷേ ഇവൾ കുട്ടികൾ കാരണം കുട്ടികളെ ഇനി നോക്കണം എന്നുള്ള ചിന്ത കാരണം ഇവൾ ആ ഭയത്തെ ഇല്ലാണ്ടാക്കി. അങ്ങനെ തന്നെ ഈ മൂവി ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ ശരിക്കും നല്ലൊരു മൂവിയായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അതായിരിക്കും. ഓക്കെ, ബൈ ബൈ ഗായ്സ്.